പങ്കുവച്ചത്. നമ്മൾ നേരെ അങ്ങേറ്റത്തേക്ക് കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് ചെയ്യുന്നത്. ബൈജു, ഈ കാസർഗോഡ് വലിയ മഴയില്ല എന്ന് തോന്നുന്നു. അവിടെ യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് അവിടെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? ഒപ്പം കണ്ണൂരിലും എന്തെങ്കിലും പ്രത്യേകിച്ച് മഴയുടെ കാര്യങ്ങൾ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. തീർച്ചയായും എൽദോ, വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴയിൽ വലിയ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇന്നലെ മീൻകടവിൽ ഒരു വയോധിക പുഴയിൽ വീണ് മരിച്ചു. ചെറുവത്തൂർ അച്ചാംതുരുത്തി സ്വദേശിനി പുതിയ വളപ്പിൽ വെള്ളച്ചിയാണ് ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഈ ഭാഗങ്ങളിൽ വലിയ ഇടിമിന്നലാണ് ഉണ്ടാകുന്നത്. ബംഗളത്താണ് ഇടിമിന്നലേറ്റ് ഒരാൾ മരണപ്പെട്ടത്. ബംഗളം പുതിയ കണ്ടത്തെ കീലത്ത് ബാലിലാണ് മരിച്ചത്. ഇതിനിടയിൽ ഇന്നലെ രാത്രി കുമ്പള പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണ ഒരു സംഭവം ഉണ്ടായി. വൻ ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. ഈ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ അടർന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഓഫീസിനകത്ത് ഉണ്ടായിരുന്ന സാധന സാമഗ്രികളിലെ എല്ലാം കേടുപാട് സംഭവിച്ചു. ഭാഗ്യം കൊണ്ടാണ് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ രക്ഷപ്പെട്ടത്. രാത്രി 9 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ പോലീസുകാർ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന സമയത്താണ് ഇതിന്റെ മേൽക്കൂരയിലെ ഒരു ഭാഗം അടർന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ചെറിയ മഴയിൽ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ വലിയ ദുരിതമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലകളിലെല്ലാം വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വീരമലക്കുന്നിലും അതേ അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വെള്ളക്കെട്ടാണ് ഈ ഭാഗങ്ങളിൽ. ഈ മഴ ഇനിയും തുടർന്നാൽ ഈ ഭാഗങ്ങളിൽ, അതായത് ദേശീയപാതയിൽ, കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട് എന്ന് വേണം പറയാം. അതായത് കഴിഞ്ഞ മണിക്കൂറുകളായി മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യമായിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കാര്യംകോട് പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന തിരമാല ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. മലയോര മേഖലയിലും മണ്ണിടിച്ചിലിന് സാധ്യത മുന്നറിയിപ്പുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 2 ദിവസം പെയ്ത മഴയിലാണ് ഇത്തരത്തിലുള്ള ദുരിതം എന്നത് ഏറെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളിലും ഇടിമിന്നലേറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നാശനഷ്ടം സംഭവിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 2 മരണങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഓക്കെ, ബൈജു ആണ് കാസർഗോഡ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ഇന്നലെ ഒരാൾ ഇടിമിന്നലേറ്റ് മരിച്ചു. അത് വീടിന് പുറത്തുള്ള പറമ്പിൽ നിൽക്കുകയായിരുന്നു മരണം. മറ്റൊന്ന് ഒരു വയോധിക അവിടെ പുഴയിൽ അപ്രതീക്ഷിതമായി വീണ് മരണം സംഭവിക്കുകയാണ്. അങ്ങനെ 2 മരണങ്ങളാണ് ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ബൈജു ഇന്നലെ തന്നെ ആ വാർത്ത പങ്കുവച്ചതുമാണ്. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് മഴയുടെ കാഴ്ചകൾ. നമ്മളിനി മറ്റു ചില വാർത്തകളിലേക്ക് പോവുകയാണ്. കാരണം മഴയ്ക്കും അപ്പുറം മറ്റു ചില വാർത്തകൾ കൂടി ഉണ്ടല്ലോ.